ബ്രിട്ടീഷ് അവറിൽ വാർത്തകൾ വിശദമായി നമ്മൾ നോക്കുകയാണ്. ഇസ്ലാമാബാദിൽ രണ്ടാം വട്ട ചർച്ച ചൊവ്വാഴ്ച നടക്കാനിരിക്കെ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെ ചുട്ടരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ്. ഇറാന് ലഭിക്കുന്ന അവസാന അവസരമായിരിക്കും ഇതെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു. US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും വൈറ്റ് ഹൗസ് ഉപദേശകനും ട്രംപിന്റെ മരുമകനുമായ ജാരേദ് കുഷ്ണറും ചർച്ചയ്ക്കായി ഇസ്ലാമാബാദിലെത്തും. എന്നാൽ ഇസ്ലാമാബാദിൽ ചർച്ചയ്ക്ക് സംഘത്തെ അയക്കില്ലെന്ന് ഇറാൻ അറിയിച്ചു. ഇതിന് കാരണമായി 4 പ്രശ്നങ്ങളും ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ അതിരുകടന്ന ആവശ്യങ്ങൾ, യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത പ്രതീക്ഷകൾ, US-ന്റെ വിരുദ്ധ നിലപാടുകൾ, ഇറാനെതിരായിട്ടുള്ള നാവിക ഉപരോധം എന്നിവയാണ് ഇപ്പോൾ 4 കാര്യങ്ങളായി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ദേശീയ താൽപ്പര്യങ്ങൾക്ക് നിരക്കാത്ത ഒരു ഉപാധിയും സ്വീകാര്യമല്ല എന്ന് ഇറാൻ പാർലമെന്റ് സുരക്ഷാ സമിതി മേധാവിയും പറഞ്ഞു. നിലവിലെ വെടിനിർത്തൽ ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെ അത് 2 ആഴ്ച നീട്ടുന്ന കാര്യം കൂടി ഇപ്പോൾ ചർച്ചയിലുണ്ട്. ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ തന്നെ അധീനതയിൽ തുടരുമെന്ന നിലപാട് ഒരിക്കൽ കൂടി ഇറാൻ ഉറപ്പിച്ച് പറയുകയാണ്. ഈ മണിക്കൂറിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ നടക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി MCA നാസർ ചേരുകയാണ്. MCA, ഒരു വശത്ത് 2 ആഴ്ചത്തേക്ക് ഈ നിലവിലുള്ള വെടിനിർത്തൽ ദീർഘിപ്പിക്കാനുള്ള സാധ്യതകൾ നമ്മൾ വിലയിരുത്തുന്നു. അതേ സമയത്ത് തന്നെ ഇറാന് ട്രംപിന്റെ അന്ത്യശാസനം എന്നോണമുള്ള ഒരു മുന്നറിയിപ്പ്. കരാറിന് തയ്യാറായില്ലെങ്കിൽ ചുട്ടരിക്കും, ഇത് അവസാനത്തെ വാക്കാണ് എന്ന് ട്രംപ് പറഞ്ഞു നിർത്തുകയാണ്. എന്താണ് ഇതിൽ ഇനിയിപ്പോൾ സാധ്യമാകുന്നത്, എന്തായിരിക്കും? അതോടൊപ്പം തന്നെയാണ് ഇസ്ലാമാബാദിലേക്ക് അമേരിക്കൻ സംഘം വരുന്നുണ്ട്. ഇറാൻ അങ്ങോട്ട് പ്രതിനിധികളെ അയക്കുന്നില്ല. അതിന് കാരണമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന 4 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അവിടുത്തെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള അവിടെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം, അത് പിൻവലിച്ചിട്ട് മതി ഇനിയൊരു ചർച്ച എന്ന നിലപാടിലേക്ക് ഇറാൻ പോവുകയാണ്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്, MCA? മഹേഷ്, ഏറ്റവും പുതിയ പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള ഇർന തന്നെയാണ് ഇറാന്റെ നിലപാട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നാളെ ചൊവ്വാഴ്ച ഇസ്ലാമാബാദിൽ നടക്കാൻ പോകുന്നതായി അമേരിക്ക പറയുന്ന ആ ചർച്ച പോലും ഒരു പ്രഹസനമാണ്. കാരണം അത്തരമൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നതോ സംബന്ധിച്ച് തങ്ങൾക്ക് പോലും ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരമില്ല. അമേരിക്കയുടെ താല്പര്യം മാത്രമാണ് ഇത്തരമൊരു ചർച്ചാ പ്രഹസനം ഉണ്ടാക്കുക എന്നത്. കാരണം ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ പേര് പറഞ്ഞ് തങ്ങളെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരമാക്കി അതിനെ എടുക്കുക എന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇസ്ലാമാബാദിൽ ഒരു ചർച്ച നടക്കുന്നു എന്ന പ്രതീതി അമേരിക്ക സൃഷ്ടിച്ചത് എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ കുറ്റപ്പെടുത്തൽ. അതുമാത്രമല്ല, 4 കാര്യങ്ങളാണ് തങ്ങൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് ഇർന വാർത്താ ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം അമിതമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഒട്ടും യാഥാർത്ഥ്യബോധമുള്ള പ്രായോഗികമായിട്ട് സ്വീകാര്യമായിട്ടുള്ള ഒരു ആവശ്യങ്ങളല്ല, അമിതമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ പുലർത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ നിരന്തരമായിട്ട് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. ഇതിന് പുറമെയാണ് നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള ഈ നാവിക ഉപരോധം. ആ ഉപരോധം തുടരുന്ന ഒരു സാഹചര്യത്തിൽ എന്തിന് ചർച്ച നടത്തി പിന്നെ സമയം കളയണം എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇറാൻ ഔദ്യോഗികമായി തന്നെ ഉന്നയിക്കുന്നത്. അപ്പോൾ മറ്റന്നാൾ രാവിലെയോടുകൂടി ജാരദ് കുഷ്ണറും അതോടൊപ്പം തന്നെ സ്റ്റീവ് വിറ്റ്കോഫും ഇസ്ലാമാബാദിലെത്തും. നിർണായകമായിട്ടുള്ള ചർച്ചയാണ്. ആ ചർച്ചയിൽ തനിക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്ന് അല്പം മുമ്പും ട്രംപ് ട്വീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് ആ ഒരു ഉച്ചകോടിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ 2ാം വട്ട ചർച്ചയ്ക്ക് വേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ ഇസ്ലാമാബാദിൽ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാക് വിദേശകാര്യമന്ത്രിയും തമ്മിൽ ഇന്ന് വൈകിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ പോലും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പാക് വിദേശകാര്യമന്ത്രി അറിയിച്ചത്. അല്പം മുമ്പ് തങ്ങൾ എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പാകിസ്ഥാൻ നിലപാട് അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി നാളെ ഒരു ദിവസമാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിലൊരു സമ്മർദ്ദം ചെലുത്തിയോ അണിനയത്തിലൂടെയോ ഇറാനെ ചർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ പറ്റുമോ എന്നുള്ള നീക്കങ്ങൾ നടത്തും. ആ നീക്കം പരാജയപ്പെടുകയാണ്
തുടരുകയാണെങ്കിൽ തുടർന്ന് അമേരിക്കൻ സംഘം പോലും ഒരുപക്ഷെ ഇസ്ലാമാബാദിലേക്കുള്ള യാത്ര മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ചൊവ്വാഴ്ച രാത്രി അല്ലെങ്കിൽ ബുധനാഴ്ചയോടുകൂടിയാണ് ഇപ്പോൾ 2 ആഴ്ചക്കാലത്തെ വെടിനിർത്തൽ സമയപരിധി അവസാനിക്കേണ്ടത്. അതിനു മുമ്പ് ആ വെടിനിർത്തൽ 2 ആഴ്ച കൂടി നീട്ടണമെന്ന ഒരു ആവശ്യം മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അക്കാര്യത്തിൽ അമേരിക്കയും ഇറാനും എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് പ്രധാനമാണ്. പക്ഷേ ഇന്ന് വൈകിട്ട് ട്രംപ് നടത്തിയിരിക്കുന്ന നിരന്തരമായിട്ടുള്ള ആ താക്കീതിന്റെയും മുന്നറിയിപ്പുകളുടെയും തുടർച്ച എന്ന നിലയ്ക്ക് മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത് ഒരു കരാറിൽ എത്തിയിട്ടില്ല എങ്കിൽ ഇറാനിലെ എല്ലാ പാലങ്ങളും അതോടൊപ്പം തന്നെ ഇറാനിലെ എല്ലാ വൈദ്യുത നിലയങ്ങളും താൻ പൂർണ്ണമായിട്ട് തകർക്കും, അതുമാത്രമല്ല ഇറാനെ അഗ്നിക്കിരയാക്കും എന്ന അർത്ഥത്തിലുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് യുദ്ധമെങ്കിൽ യുദ്ധം, നയതന്ത്ര നീക്കമെങ്കിൽ അത് എന്ന അർത്ഥത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോൾ ഇറാൻ മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ളത് മണിക്കൂറുകൾ എന്നത് വളരെ നിർണായകമായിരിക്കും. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കരാറിൽ എത്തുന്നില്ല എങ്കിൽ കരാറിലെത്താനുള്ള താല്പര്യം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും കുറെ കൂടി കടുത്ത നിലപാടുകളിലേക്ക് അമേരിക്ക നീങ്ങാൻ നിർബന്ധിതമാകും. അത് വിനാശകരമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറാതിരിക്കട്ടെ എന്നൊരു പ്രതീക്ഷയിലാണിപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ലോകത്തെ സമാധാനം കാംക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളും ജനതയും. മഹേഷ്, ഓക്കെ, MCA, ഇനിയിപ്പോൾ ചർച്ച നടക്കാനുള്ള സാധ്യതയെ നമ്മൾ എങ്ങനെ കാണേണ്ടി വരും? കാരണം അമേരിക്കയിൽ നിന്ന് സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കുഷ്ണറും നേരെ ഇസ്ലാമാബാദിലേക്ക് എത്താൻ പോകുന്നു. ഇറാൻ ആണെങ്കിൽ അങ്ങോട്ട് പ്രതിനിധികളെ അയക്കുന്നില്ല എന്ന് പറയുന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഒരു വശത്ത് ഈ ചർച്ച നടക്കാനായിട്ട്. അപ്പോഴും അമേരിക്കയുടെ നിലപാടിൽ വലിയ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അതിലേക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ചർച്ച നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പോഴും വിദൂരമാണ്. മഹേഷ്, തീർച്ചയായിട്ടും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി, പാകിസ്ഥാൻ, ഈ 4 രാജ്യങ്ങളാണ് അമേരിക്കക്കും ഇറാനും ഇടയിലുള്ള ഒരു മധ്യസ്ഥ നീക്കങ്ങൾക്ക് വേണ്ടി പിന്നിട്ട ദിവസങ്ങളിലൊക്കെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 4 രാജ്യങ്ങളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇതൊക്കെ പുറമേക്ക് ഇത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ചർച്ച നടക്കും. ആ ചർച്ചയിലൂടെ ഒരു ഫോർമുല, ഒരു കരാറിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇറാനുമേൽ ഈ രാജ്യങ്ങൾ, കാരണം ഇറാനുമായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ കൂടിയാണ് ഈ 4 രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അവസാന നിമിഷത്തിൽ ചിലപ്പോൾ ഇറാൻ നിലപാട് മാറ്റുമോ എന്നത് മാത്രമാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇറാനെതിരെ ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം അത് കൂടുതൽ കർക്കശമാക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. കാരണം അല്പം മുമ്പ് ഇറാന്റെ ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അന്തർദേശീയ സമുദ്ര മേഖലയിലേക്ക് കൂടി തങ്ങളുടെ ഈ നാവിക ഉപരോധം വിപുലീകരിക്കുമെന്നും അങ്ങനെ വരികയാണെങ്കിൽ ഇറാന്റെ പല കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്നും നേരത്തെ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് കൂടുതൽ സംഘർഷം വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് നാവിക ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തങ്ങളുടെ ഉപാധി അംഗീകരിച്ചു എന്ന നിലയ്ക്ക് ഇറാൻ ഇസ്ലാമാബാദിലേക്ക് ചർച്ചയ്ക്ക് വരും. ഈ രാത്രിയിൽ മധ്യസ്ഥ രാജ്യങ്ങൾ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് ഈ ഉപരോധ നീക്കങ്ങളിൽ നിന്ന് അമേരിക്കയെ പിന്മാറ്റാൻ, അല്ലെങ്കിൽ അത്തരം ചർച്ചകളാണ് തുടരുന്നതെന്ന് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അമേരിക്ക സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റന്നാൾ ഇസ്ലാമാബാദിൽ ആ ചർച്ച നടക്കും. പക്ഷേ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അപ്പോഴും വലിയ വിലങ്ങുതൊടിയായി തന്നെ നിൽക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ സമ്പൂർണ്ണ അധികാരം തങ്ങൾക്ക് തന്നെ വേണമെന്ന കാര്യത്തിൽ ഇറാൻ കടുത്ത നിലപാടിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും ഇറാൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ഏറ്റവും അവസാനമായിട്ട് ഇറാൻ വ്യക്തമാക്കുന്നത് തങ്ങളുടെ പരമാധികാരം, തങ്ങളുടെ താല്പര്യം, തങ്ങളുടെ ജനതയുടെ താല്പര്യം, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് മാത്രമുള്ള നിലപാട് മാത്രമായിരിക്കും ഏത് ചർച്ചയിലും ഉണ്ടാവുക. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ആർക്കെങ്കിലും മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇറാൻ ഏറ്റവും അവസാനവും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ചർച്ച നടക്കാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചർച്ച നടന്നാൽ തന്നെ ഒരു കരാറിലെത്താനുള്ള സാധ്യത കൂടുതൽ വിദൂരമായി മാറുന്നൊരവസ്ഥയാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമം എന്ന് പറയുന്നത് ഈ ചർച്ചയിലേക്ക് 2 രാജ്യങ്ങളെയും കൊണ്ടുവരിക, ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തേക്കും 2 പേരെയും കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ പോലും അവിടെ വന്നിരുന്നാൽ പോലും ചർച്ച തുടങ്ങിയാൽ പോലും ഒരുപക്ഷെ തീരാത്തത്ര വലിയ പ്രശ്നങ്ങൾ, വലിയ ഉപാധികൾ 2 ഭാഗത്തു നിന്നുകൂടിയുണ്ട്.
അതെങ്ങനെ ഒരു പക്ഷേ ഒരു ദീർഘനാളത്തേക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയും വെടിനിർത്തൽ നീട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വരും. ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ഒരു പക്ഷേ ഇരുന്നാൽ പോലും ഈ പ്രശ്നത്തിനൊരു അറുതി ഉണ്ടാകാനുള്ള സാധ്യത അതിവിദൂരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ സമയത്ത് തന്നെ ഇറാൻ പറഞ്ഞു വെക്കുകയാണ് ദേശീയ താല്പര്യങ്ങൾക്ക് നിരക്കാത്ത ഒരു ഉപാധിയും സ്വീകാര്യമല്ല എന്നുള്ളത് ഇറാൻ പറയുന്നു. അതിനർത്ഥം ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ചിട്ടുള്ള അമേരിക്കയുടെ നിലപാടുകൾ പാടെ തള്ളുകയാണ് ഇറാൻ. അതോടൊപ്പം തന്നെയാണ് ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെ വേണ്ട എന്നുള്ള നിലപാടെടുക്കുകയാണ്. അപ്പോൾ ഇറാന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് അവർ പുറകോട്ട് പോകും എന്ന് ഈ സമയത്ത് നമ്മൾ കണക്ക് കൂട്ടേണ്ടതില്ല. അങ്ങനെയെങ്കിൽ ഈ ചർച്ചയുടെ സാധ്യതകൾ ചർച്ച തുടങ്ങിയാൽ അത് ഏതെങ്കിലും തരത്തിൽ കരാറിലേക്ക് എത്താനുള്ള സാധ്യതകളും വളരെ വിദൂരമായി തന്നെ തുടരുകയും. സൊമാലി ലാൻഡിലേക്ക് അംബാസഡറെ നിയോഗിച്ച ഇസ്രായേൽ തീരുമാനത്തിനെതിരെ അറബ് രാഷ്ട്രങ്ങൾ എത്തുകയാണ്. സൊമാലിയയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേൽ നീക്കമെന്ന് കുറ്റപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൊമാലി ലാൻഡിലേക്ക് നയതന്ത്ര പ്രതിനിധിയെ നിയോഗിച്ചത്. ഖത്തറടക്കം 16 രാഷ്ട്രങ്ങളാണ് ഇസ്രായേൽ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയത്. ഇത് സൊമാലിയയുടെ ഐക്യത്തിനും പരമാധികാരത്തിനുമെതിരെയുള്ള നീക്കമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഈ രാഷ്ട്രങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഖത്തറിന് പുറമെ GCCയിൽ നിന്ന് സൗദി അറേബ്യ, കുവൈത്ത്, ഒമാൻ രാഷ്ട്രങ്ങളും പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി, ഇന്തോനേഷ്യ, ജോർഡാൻ, സൊമാലിയ തുടങ്ങിയ രാഷ്ട്രങ്ങളുമാണ് ഇസ്രായേലിന്റെ ഏകപക്ഷീയ തീരുമാനത്തെ അപലപിച്ചത്. സൊമാലിയയുടെ ഔദ്യോഗിക ഭരണകൂടത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി മന്ത്രിമാർ വ്യക്തമാക്കി. UN ചാർട്ടർ, ആഫ്രിക്കൻ യൂണിയന്റെ ഭരണഘടന, അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നിവയുടെ ലംഘനമാണ് ഇസ്രായേൽ തീരുമാനം. ഹോൺ ഓഫ് ആഫ്രിക്ക മേഖലയുടെ സമാധാനത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന അപകടകരമായ കീഴ്വഴക്കമാണിതെന്നും പ്രസ്താവന ചൂണ്ടിക്കാട്ടി. മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥൻ മിഖായേൽ ലോട്ടമിനെയാണ് ഇസ്രായേൽ സൊമാലി ലാൻഡിലേക്ക് അംബാസഡറായി നിയോഗിച്ചത്. 2025 ഡിസംബർ 26-നാണ് സ്വയം പ്രഖ്യാപിത രാഷ്ട്രത്തെ ഇസ്രായേൽ അംഗീകരിച്ചത്. ആഗോളതലത്തിൽ സൊമാലി ലാൻഡിനെ ആദ്യമായി അംഗീകരിക്കുന്നതും ഇസ്രായേലാണ്. മീഡിയ 1 ദോഹ. ലബനാനിലെ UN സമാധാന സേനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ കുവൈത്ത് ശക്തമായി അപലപിച്ചു. തെക്കൻ ലബനാനിൽ ഫ്രഞ്ച് സേനാംഗം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇത് അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിൻ്റെയും ലംഘനമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണത്തിന് ഉത്തരവാദികൾ ആയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കുവൈത്ത് ആവശ്യപ്പെട്ടു. UN സേനയ്ക്ക് പൂർണ്ണ പിന്തുണയും കുവൈത്ത് വീണ്ടും ഉറപ്പിച്ചു. ഇറാന്റെയും അനുബന്ധ വിഭാഗങ്ങളുടെയും ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിച്ച സുരക്ഷാ വിഭാഗങ്ങളെ കുവൈത്ത് ആഭ്യന്തരമന്ത്രി അഭിനന്ദിച്ചു. സൈന്യം, പോലീസ്, നാഷണൽ ഗാർഡ്, അഗ്നിശമന സേന എന്നിവയുടെ പ്രവർത്തനങ്ങളെ മന്ത്രി പ്രശംസിച്ചു. മിസൈലുകളും ഡ്രോണുകളും ചെറുക്കുന്നതിൽ ഉയർന്ന കാര്യക്ഷമത കാണിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷാ സ്ഥിതിഗതികൾ 24 മണിക്കൂറും നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാ ഏജൻസികളും അതീവ ജാഗ്രതയിൽ തുടരുന്നതായും ആഭ്യന്തര സുരക്ഷ തികച്ചും സ്ഥിരമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി കുവൈത്ത് വിദേശകാര്യ മന്ത്രി ഷെയ്ഖ് ജറാഹ് ജാബർ അഹമ്മദ് അസബാഹിനെ സ്വീകരിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനിടെയാണ് മന്ത്രിമാരുടെ കൂടിക്കാഴ്ച നടന്നത്. ഇരു രാജ്യങ്ങളുടെയും ശക്തമായ ബന്ധവും സഹകരണവും ഇരുവരും അവലോകനം ചെയ്തു. പ്രാദേശിക വികസനങ്ങളും നിലവിലെ വെല്ലുവിളികളും ചർച്ചയായി. രാഷ്ട്രീയവും തന്ത്രപരവുമായ വിഷയങ്ങളിൽ തുടർച്ചയായ ഏകോപനം ശക്തമാക്കാനും ഇരുപക്ഷവും തീരുമാനിച്ചു. കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അഹമ്മദ് അസബാഗ് അന്താരാഷ്ട്ര വിമാനത്താവളം സന്ദർശിച്ചു. പ്രതിരോധ മന്ത്രിയും സിവിൽ ഏവിയേഷൻ അധികൃതരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം അവലോകനം നടത്തി. അറൈവൽ, ഡിപ്പാർച്ചർ ഹാളുകൾ ഉൾപ്പെടെ വിവിധ സൗകര്യങ്ങളും പ്രധാനമന്ത്രിയും സംഘവും പരിശോധിച്ചു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണ സുരക്ഷാ അനുമതി ലഭിക്കുന്നതുവരെ അടച്ചിടൽ തുടരുമെന്ന് സൂചന. വാണിജ്യ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ പുതിയ തീരുമാനം ഉണ്ടായിട്ടില്ല. സുരക്ഷാ വിലയിരുത്തലുകളും സാങ്കേതിക പരിശോധനകളും തുടരുന്നതായി അധികൃതർ അറിയിച്ചു. റൺവേ, റഡാർ, ടെർമിനൽ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ പരിശോധന തുടരുന്നു. അതേസമയം വിമാന സർവീസുകൾ ബദൽ പ്രാദേശിക വിമാനത്താവളങ്ങളിലൂടെ നടത്തിവരുന്നു. സൗദിയിൽ സ്വകാര്യ മേഖലയിലെ സെയിൽസ് മാർക്കറ്റിംഗ് തസ്തികകളിൽ സ്വദേശീവൽക്കരണത്തിന്റെ തോത് ഉയർത്തിയ നടപടി പ്രാബല്യത്തിലായി. സ്വദേശീവൽക്കരണ നിരക്ക് 60% ഉയർത്തിയത്.
3 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് നിബന്ധന ബാധകമാണ്. സ്വദേശി അനുപാതത്തിൽ ഉൾപ്പെടുന്നതിന് സ്വദേശി ജീവനക്കാരൻ്റെ കുറഞ്ഞ മാസവേതനം 5500 റിയാലായും നിശ്ചയിച്ചിട്ടുണ്ട്. സൗദിയിലെ സ്വകാര്യ മേഖലയിൽ മാർക്കറ്റിംഗ്, സെയിൽസ് തസ്തികകളിൽ സ്വദേശിവൽക്കരണ നിരക്ക് ഉയർത്താനുള്ള മന്ത്രാലയത്തിന്റെ തീരുമാനം പ്രാബല്യത്തിലായി. ഇന്നു മുതൽ പുതിയ നിയമം പ്രാബല്യത്തിലായതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം ജനുവരി 19 പ്രഖ്യാപിച്ച നിയമം നിശ്ചിത ഇളവ് കാലാവധി അവസാനിച്ചതോടെയാണ് പ്രാബല്യത്തിലായത്. മാർക്കറ്റിംഗ്, സെയിൽസ് തസ്തികകളിൽ സ്വദേശിവൽക്കരണ നിരക്ക് 60% ഉയർത്തിയത്. 3 അതിലധികമോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്കാണ് നിയമം ബാധകമാകുക. സ്വദേശിവൽക്കരണ പരിധിയിൽ ഉൾപ്പെടുന്നതിന് കുറഞ്ഞത് 5500 റിയാൽ മാസവേതനം നൽകിയിരിക്കണം. മാർക്കറ്റിംഗ് മാനേജർ, അഡ്വർടൈസിംഗ് സ്പെഷ്യലിസ്റ്റ്, ഗ്രാഫിക് ഡിസൈനർ, പബ്ലിക് റിലേഷൻസ് മാനേജർ, ഫോട്ടോഗ്രാഫർ തുടങ്ങിയ മാർക്കറ്റിംഗ് തസ്തികകളിലും സെയിൽസ് മാനേജർ, റീറ്റെയിൽ, ഹോൾസെയിൽ പ്രതിനിധികൾ, കൊമേഴ്ഷ്യൽ സ്പെഷ്യലിസ്റ്റ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെയിൽസ് സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ സെയിൽസ് തസ്തികകളിലുമാണ് നിബന്ധന ബാധകമാകുക. നിയമം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ സാരമായി ബാധിക്കും. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. അടുത്ത വർഷത്തോടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മൂന്നാമത്തെ G20 സമ്പദ് വ്യവസ്ഥയായി സൗദി മാറുമെന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിലാണ് പ്രവചനം. 2027 രാജ്യത്തിന്റെ സാമ്പത്തിക പ്രകടനത്തിൽ 4.5% വളർച്ചയുണ്ടാകുമെന്നാണ് നിരീക്ഷണം. അടുത്ത വർഷം ഏറ്റവും വേഗത്തിൽ വളരുന്ന മൂന്നാമത്തെ G20 സമ്പദ് വ്യവസ്ഥയായി സൗദി മാറുമെന്നാണ് പ്രവചനം. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMF-ന്റേതാണ് നിരീക്ഷണം. വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് ഫോർ 2026-2027 ഇക്കാര്യം സൂചിപ്പിച്ചത്. 2027 രാജ്യത്തിന്റെ സാമ്പത്തിക പ്രകടനത്തിൽ 4.5% വളർച്ചയുണ്ടാകും. 2026 3.1% വളർച്ചയോടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന G20 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി സൗദി അറേബ്യ തുടരുമെന്നും IMF നിരീക്ഷിക്കുന്നു. നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും രാജ്യം സ്ഥിരതയോടെയുള്ള സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നത് തുടരുമെന്ന് സൗദി നിക്ഷേപ മന്ത്രാലയവും അറിയിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കിഴക്കൻ സൗദിയിലെ ജുബൈൽ തെഹ്റാൻ ഹൈവേയിൽ പുതുതായി നിർമ്മിച്ച മേൽപ്പാലം രാജ്യത്തിന് സമർപ്പിച്ചു. പ്രവിശ്യ ഗവർണർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവിശ്യയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ കരുത്ത് പകരുന്നതാണ് 2 കിലോമീറ്റർ നീളമുള്ള ഈ പാലം. 1 വർഷത്തിലേറെയായി നിർമ്മാണത്തിലിരുന്ന ദമാമിലെ ദഹ്റാൻ ജുബൈൽ ഹൈവേയെയും കിങ് അബ്ദുൽ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം തുറന്നു. പ്രവിശ്യ ഗവർണർ അമീർ സൗദ് ബിൻ നായിഫ് ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവിശ്യയിലെ അടിസ്ഥാന വികസന സൗകര്യത്തിന് വലിയ കരുത്തു പകരുന്നതാണ് 1920 മീറ്റർ നീളത്തിലുള്ള പുതിയ പാലം. 8 ലൈനുകളിലായാണ് നിർമ്മാണം. ഇതിനു പുറമെ ഇരുവശങ്ങളിലും 2 മീറ്റർ വീതിയുള്ള എമർജൻസി ലൈനുകളും ഒരുക്കിയിട്ടുണ്ട്. 1,50,000 ചതുരശ്ര മീറ്ററിലധികം ഏരിയയിലാണ് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ദമാമിന്റെ തെക്കൻ പ്രവേശന കവാടത്തെ ആധുനിക നഗരകേന്ദ്രമായി മാറ്റാൻ ഈ പദ്ധതി സഹായിക്കുമെന്ന് ഗവർണർ പറഞ്ഞു. ദമാം ജുബൈൽ മേഖലകൾക്കിടയിലുള്ള ഗതാഗതക്കുരുക്ക് കുറക്കുവാനും യാത്രാസമയം ലാഭിക്കുവാനും പാലം സഹായിക്കും. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം. ഹജ്ജിന് മുന്നോടിയായി സൗദി അറേബ്യയിലേക്ക് ഹാജിമാരുടെ വരവ് തുടരുകയാണ്. ഇന്ത്യയിൽ നിന്ന് 7 വിമാനത്താവളങ്ങളിൽ നിന്നായി 3000-ഓളം ഹാജിമാർ കൂടി ഇന്ന് മദീനയിലെത്തിയിട്ടുണ്ട്. ഇതോടെ 2 ദിവസത്തിനകം സ്വകാര്യ ഗ്രൂപ്പുകളടക്കം 10,000-ഓളം ഹാജിമാരാണ് എത്തിയിരിക്കുന്നത്. ഗുവാഹട്ടി, മുംബൈ, ഡൽഹി, ശ്രീനഗർ, കൊൽക്കത്ത, വിജയവാഡ, ജയ്പൂർ തുടങ്ങി 7 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് തീർത്ഥാടകർ എത്തുന്നത്. ഇന്ന് 9 വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. 3500-ഓളം പേരാണ് ഇന്നെത്തുക. ശ്രീനഗറിൽ നിന്നുള്ള അവസാന വിമാനം അല്പസമയത്തിനകം മദീനയിലെത്തും. 100% in Markazia. The reason we are emphasizing on Markazia is because of the convenience of access to her whilst you are located in Markazia. So we are hopeful that this will contribute to an enhanced pilgrim experience this year. പ്രവാചക പള്ളിക്കടുത്ത മർക്കസിയ ഏരിയയിലാണ് മുഴുവൻ ഹാജിമാർക്കും താമസം. പ്രാർത്ഥന നിർവഹിക്കാനായി എളുപ്പത്തിൽ ഹറമിലെത്താനാകുമെന്നതാണ് പ്രത്യേകത. 5 സമയത്തെ നമസ്കാരങ്ങളിലും റൗള സന്ദർശനവും പ്രവാചക കബറിടം സന്ദർശിച്ചും 8 ദിവസം ഹാജിമാർ മദീനയിൽ തങ്ങും. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ കീഴിൽ മെഡിക്കൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ മികച്ചതാണ് സേവനങ്ങൾ. മീഡിയ 1, മക്ക.
ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി മലയാളി ഹാജിമാരുടെ സ്വകാര്യ സംഘങ്ങൾ മക്കയിലെത്തി തുടങ്ങി. മക്കയിലെത്തിയ ഹാജിമാർ ഇന്ന് ഉംറ കർമ്മം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഹാജിമാർ ഹജ്ജിന് മുന്നോടിയായി മദീന സന്ദർശനം നടത്തും. ഇന്നലെയും ഇന്നുമായി 3000-ലേറെ മലയാളി ഹാജിമാരാണ് മക്കയിലെത്തിയത്. വിവിധ സ്വകാര്യ ഗ്രൂപ്പുകൾ കീഴിലുള്ള ഹാജിമാരുടെ വരവ് ജിദ്ദ വഴിയാണ്. മക്കയിലെത്തിയ ഹാജിമാർ ഉംറ നിർവഹിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പോരാൻ സാധിച്ചില്ല. അൽഹംദുലില്ലാഹ് അള്ളാഹിൻ്റെ അനുഗ്രഹത്തെ ഇക്കൊല്ലം ഹജ്ജിന് പോകാൻ സാധിച്ചു. ഒക്കെ റാഹത്തായി സന്തോഷത്തോടെ നമ്മളിവിടെ എത്തി. ഉംറയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ അടുത്ത ഉംറ നാളെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ കാര്യം റാഹത്തായിക്കണം. അതിൻ്റെ കൂടെ വന്നോട് എല്ലാം റാഹത്തായിക്കണ്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആദ്യമായി സ്തുതിക്കുന്നു. മക്കയിലെ ചരിത്ര സ്ഥലങ്ങൾ വരും ദിവസങ്ങളിൽ ഹാജിമാർ സന്ദർശിക്കും. ദുൽഖാദ് അവസാന വാരത്തിൽ ഇവർ മദീനയിലേക്ക് പുറപ്പെടും. ഹജ്ജിന് തൊട്ടു മുൻപ് മക്കയിൽ തിരിച്ചെത്തി ഹജ്ജ് നിർവഹിച്ച് ജിദ്ദ വഴിയാകും മടക്കം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കീഴിലെ ഹാജിമാർ ഈ മാസം 30-നെത്തും. സാബിത് സലീം, മീഡിയ 1, മക്ക. സൗദിയിൽ വിവിധ ഇടങ്ങളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. പൊട്ടിക്കാറ്റിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുത്ത് റിയാദ്, ഖസീം എന്നിവിടങ്ങളിലെ ഏതാനും സ്കൂളുകളുടെ പ്രവർത്തനം ഇന്ന് ഓൺലൈനിലേക്ക് മാറ്റിയിരുന്നു. സൗദിയുടെ മിക്ക പ്രവിശ്യകളിലും നാളെ മുതൽ വെള്ളി വരെ കനത്ത ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്നാണ് അറിയിപ്പ്. വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി വർദ്ധിക്കും. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാജ്യം കനത്ത മഴയേൽക്കേണ്ടി വരുമെന്നാണ് അറിയിപ്പിൽ. റിയാദ്, മക്ക, മദീന, അസീർ, ജീസാൻ, അൽബഹ എന്നിവിടങ്ങളിൽ മഴ അതിശക്തമാകും. റിയാദിലെ ദിരിയ, അൽഖർജ്, കിദിയ തുടങ്ങിയ ഗവർണറേറ്റുകളിലായിരിക്കും മഴ കനക്കുക. മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റ്, പൊടിക്കാറ്റ്, ആലിപ്പഴവർഷം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. മിന്നൽ പ്രളയത്തിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. കാലാവസ്ഥാ മാറ്റങ്ങൾ തത്സമയം അറിയാൻ അൻവ ആപ്പ് ഉപയോഗിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുത്ത് ഖസീം, റിയാദ് പ്രവിശ്യകളിലെ ചില സ്കൂളുകളിൽ ഇന്ന് ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റിയിരുന്നു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ ബുധനാഴ്ച വരെ മഴയും ഇടിമിന്നലും പൊടിക്കാറ്റും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഞായറാഴ്ച മുതൽ ആരംഭിച്ച അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്ന് അറിയിച്ചു. തിങ്കളും ചൊവ്വയും മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തുകയാണ്. സജീവമായ കാറ്റിനെ തുടർന്ന് പൊടിപടലവും ദൃശ്യപരത കുറയാനും സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനും തിരമാല ഉയരാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഖത്തറിൽ ചൊവ്വാഴ്ച മുതൽ ചാറ്റൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആഴ്ചയുടെ അവസാനം വരെ മഴ തുടരുമെന്നും വകുപ്പ് അറിയിച്ചു. ഈ സമയത്ത് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നാളെ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണം. അതിനിടെ രാജ്യത്ത് ചൂട് ചിലയിടങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. അബു സംറയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. ഖത്തറിൽ ഈ വർഷത്തെ ശൈത്യകാല ക്യാമ്പിംഗ് സീസൺ അവസാനിച്ചു. സീസൺ സമയം നീട്ടില്ലെന്ന് പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കി. ഒക്ടോബർ 15 മുതൽ ഏപ്രിൽ 15 വരെയുള്ള 6 മാസമായിരുന്നു ക്യാമ്പിംഗ്. രാജ്യത്തെ എല്ലാ മേഖലകളിലുമായി ഈ വർഷം 2872 ക്യാമ്പുകളാണ് ഉണ്ടായിരുന്നത്. പരിസ്ഥിതിയുമായുള്ള സമൂഹ പങ്കാളിത്തം വളർത്തുകയാണ് ശൈത്യകാല ക്യാമ്പിങ്ങിൻ്റെ ലക്ഷ്യം. ഗൾഫ് സംഘർഷത്തിന് ശേഷം UAE-യിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നാളെ ക്ലാസ് പഠനം പുനരാരംഭിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി സ്കൂൾ ബസ്സുകളും നാളെ സർവീസ് ആരംഭിക്കും. അതേസമയം ഓൺലൈൻ പഠനവും ക്ലാസ് പഠനവും ഒന്നിച്ച് ഹൈബ്രിഡ് രീതി അവലംബിക്കാനും വിവിധ സ്കൂളുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ശേഷം UAE-യിലെ ക്ലാസ് മുറികൾ ശൂന്യമായിരുന്നു. ഓൺലൈൻ പഠനവും വസന്തകാല അവധിയുമൊക്കെയായി 50 ദിവസത്തിലേറെ നീളുന്ന ഇടവേളയ്ക്ക് ശേഷമാകും UAE-യിലെ വിദ്യാർത്ഥികൾ നാളെ ക്ലാസ് മുറികളിൽ തിരിച്ചെത്തുക. നഴ്സറികളും സ്കൂളുകൾക്കും പുറമെ രാജ്യത്തെ സർവകലാശാലകളും നാളെ ക്ലാസ് പഠനം പുനരാരംഭിക്കുകയാണ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന് കീഴിലെ 4 സ്കൂളുകളിലും നാളെ മുതൽ ക്ലാസ് പഠനം സജീവമാകും. ക്ലാസ് പുനരാരംഭിക്കാനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ വിവിധ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകൾ ക്ലാസ് പഠനം ആരംഭിക്കാൻ വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവ ഓൺലൈൻ പഠനം തുടരും. ചില സ്കൂളുകൾ ഓൺലൈൻ പഠനവും ക്ലാസ് പഠനവും ഒന്നിച്ച് ഹൈബ്രിഡ് രീതിയിലും ക്ലാസുകൾ നടത്തും. ഇതു സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഓരോ എമിറേറ്റിലെയും വിദ്യാഭ്യാസ അതോറിറ്റികൾ സ്കൂളുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്.
ക്ലാസ് പഠനം തുടങ്ങുന്ന ദിവസം തന്നെ സ്കൂൾ ബസ് സേവനം ഉണ്ടാവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് തീരുമാനം മാറ്റി. നാളെ ക്ലാസ് പഠനത്തിനൊപ്പം സ്കൂൾ ബസ് സർവീസുകളും പുനരാരംഭിക്കും. മീഡിയ 1, ദുബായ്. GCCയിലെ പ്രമുഖ ബ്രോസ്റ്റഡ് റെസ്റ്റോറന്റ് ശൃംഖലയായ ചിക്കറ്റിന്റെ ബഹ്റൈനിലെ 17ാമത് ശാഖ ജനബിയയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. വ്യത്യസ്തമായ രുചികളിലുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ വിഭവങ്ങളുടെ വൈവിധ്യവുമായി ബഹ്റൈനിലെ ജനബിയയിൽ ആരംഭിച്ച ചിക്കറ്റിന്റെ പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ഷെയ്ഖ് താരിഖാണ് നിർവഹിച്ചത്. മുഹമ്മദ് ഷുഹൈബ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഡയറക്ടർമാരായ ഷംസുദ്ദീൻ അബൂബക്കർ, ആസിഫ് DP, അബ്ദുൽ നാസർ, CEO മുഹമ്മദ് സന എന്നിവർ സന്നിഹിതരായിരുന്നു. വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി നിരവധി ഔട്ട്ലെറ്റുകൾ ചിക്കറ്റിനു കീഴിലുണ്ട്. ഫ്രഷ് ചിക്കൻ രുചിക്കൂട്ടുകളിൽ തയ്യാറാക്കിയ ബ്രോസ്റ്റഡ് ഭക്ഷ്യവിഭവങ്ങളാണ് തങ്ങളുടെ പ്രത്യേകതയെന്നും ഉയർന്ന ഗുണമേന്മയും രുചിവൈവിധ്യങ്ങളും ഉറപ്പുവരുത്തിയ വിഭവങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. نشهد افتتاح فرع تكيت رقم 17 والله يبارك إن شاء الله حق هاي المجموعة الطيبة اللي هي سلسلة مطاعم تكيت. أريد أكرر أن اليوم فرع رقم 17 وطبعا احنا في مملكة البحرين مملكة الأمن والسلام. الحمد لله നമ്മൾ ബഹ്റൈനത്തെ 17ാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് ജനബിയയിൽ. ഈ സാഹചര്യത്തിൽ കൂടെയും നമ്മൾ എല്ലാം എത്ര സേഫായി എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകാൻ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്തായി ഇവിടെ ബഹ്റൈൻ ഭരണകൂടത്തോടും ഇവിടുത്തെ കസ്റ്റമേഴ്സിനോടും ഇവിടുത്തെ എല്ലാ ഭരണകൂട സംവിധാനങ്ങളോടും നമ്മൾ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്തും അൽഹംദുലില്ലാ നമ്മളെല്ലാം സ്മൂത്തായി ഇവിടെ കാര്യങ്ങൾ നടക്കുകയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാനേജ്മെന്റ് പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയ 1, ബഹ്റൈൻ.